ഏത് ടോപ്പിക്കാണ്? ഏത് ചാപ്റ്ററാ? 4ാമത്തെ കൊണ്ട് ഇരുത്തേണോ? Good afternoon. Good afternoon. Good afternoon, ma'am. Good afternoon, ma'am. Good afternoon, ma'am. Good afternoon, miss. Good afternoon, ma'am. Good afternoon. Good afternoon. Good afternoon. ചെറിയ കുറെ നാളെ കണ്ടിട്ട് ഉണ്ടായിരുന്നില്ലേ? ക്ലാസ്സിൽ കയറാറുണ്ടായിരുന്നില്ലേ? ഇല്ല, പനിയൊക്കെ ആയിരുന്നു. പിന്നെ അമ്മ ഹോസ്പിറ്റലായിരുന്നു കഴിഞ്ഞ ആഴ്ച. അമ്മയ്ക്ക് ബ്ലീഡിങ് ആയിട്ട് ഇത് വന്നതാ. അപ്പം GNC ചെയ്തായിരുന്നു ഓപ്പറേഷൻ. പിന്നെ അത് കഴിഞ്ഞ് പിന്നെ ഈ മാർച്ച് മാസം 1-ാം തീയതി ഒരു ഓപ്പറേഷൻ ഉണ്ടായിരുന്നു. യൂട്രസ് എടുത്തു മാറ്റി. എവിടെയായിരുന്നു? നാട്ടിൽ തന്നെയായിരുന്നോ? നാട്ടിൽ തന്നെയായിരുന്നു. തിരുവല്ല മെഡിക്കൽ മിഷൻ ഹോസ്പിറ്റലായിരുന്നു. സുഖായോ? കുഴപ്പമില്ലല്ലോ അമ്മയ്ക്ക്? ഒന്നുമില്ല. ഓക്കെ, നമ്മുടെ ഡിസ്കസ് എവിടെ വരെയായിരുന്നു? 4ാമത്തെ മൊഡ്യൂളാണ് മാഡം. ഇത് നമ്മുടെ 4ാമത്തെ മൊഡ്യൂള് ക്വാളിറ്റി മാനേജ്മെന്റ് കേട്ടോ. പേജ് നമ്പർ ഒന്ന് പറഞ്ഞു കൊടുത്തേ. പേജ് നമ്പർ ചാപ്റ്റർ 7 പേജ് നമ്പർ 18. JC നമ്മൾ പറഞ്ഞതല്ലേ? JC എന്തായിരുന്നു? ആർക്ക് പറയാൻ പറ്റും? ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ്. JCI Joint Commission International. Joint Commission International. എന്നാണ് എസ്റ്റാബ്ലിഷ് ചെയ്തത്? 1990s. 1990s. ഇനി നമ്മുടെ ഇന്ത്യയില് JCI അക്രഡിറ്റ് ആയിട്ടുള്ള ഹോസ്പിറ്റലില് എത്ര ഉണ്ട്? 21 hospital. 21 hospital. എന്താ നമ്മൾ പഠിച്ചത്? ബെനഫിറ്റ് എന്തൊക്കെയായിരുന്നു? അക്രഡിറ്റേഷൻ എന്താ ഓർമ്മയുണ്ടോ? അക്രഡിറ്റേഷൻ പറഞ്ഞത് എന്താണ്? അംഗീകാരം. ഒരു സ്ഥാപനത്തിന് ഔദ്യോഗികമായിട്ട് അംഗീകാരം നൽകുന്നതിനെയാണ് അക്രഡിറ്റേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അതിന്റെ ബെനഫിറ്റ് എന്തൊക്കെയായിരുന്നു? പറഞ്ഞു നോക്കിയൊന്ന്. എന്തൊക്കെയായിരുന്നു? ഏഷ്യ, യൂറോപ്പ്. Standardized. Improve public trust. പിന്നെ സേഫ് എൻവയോൺമെന്റ്. സേഫ് എഫിഷ്യന്റ് ആയിട്ടുള്ള ഒരു വർക്ക് പിന്നെ പബ്ലിക് ട്രസ്റ്റ്. പിന്നെന്തൊക്കെയാ? കൊളാബറേറ്റീവ് ലീഡർഷിപ്പ്. വായിച്ചു നോക്കണല്ലോ. കൊളാബറേറ്റീവ് ലീഡർഷിപ്പ്. കൊളാബറേറ്റീവ് ആൻഡ് കണ്ടിന്യൂസ് ലീഡർഷിപ്പ്. Listen to patients and their families.
റൈറ്റ്സ് അല്ലെ, റൈറ്റ്സ് നമ്മൾ വാങ്ങിച്ചുകൊണ്ട് വേണം. ഓക്കെ, അങ്ങനെയുള്ള കാര്യങ്ങൾ. ഇതെന്താണ്? ഓപ്പൺ ടു ലേണിംഗ് ആണല്ലേ. കൾച്ചർ ദാറ്റ് ഈസ് ഓപ്പൺ ടു ലേണിംഗ്. അക്രഡിറ്റേഷൻ കിട്ടിയ ഹോസ്പിറ്റൽസ് ഇരുന്നുകൊണ്ട് നമുക്ക് അവിടെ എല്ലാ കാര്യങ്ങളും പഠിക്കാനായിട്ട് പറ്റും. അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെയാണ് ബെനിഫിറ്റ്സ് ആയിട്ട് വരുന്നത്. നിങ്ങൾക്ക് സൗണ്ടിന്റെ വല്ല ഡിസ്റ്റർബൻസ് ഉണ്ടോ? പറയുന്നത് ക്ലിയർ ആണോ? ഡിസ്റ്റർബൻസ് വരുന്നില്ലല്ലോ? എന്തെങ്കിലും പറയണോട്ടോ? ഇനി നെക്സ്റ്റ് ആണ് എന്ത്? JCI എന്നാക്കണോ കേട്ടോ. അവിടെ എല്ലെന്നാണ് കൊടുത്തിരിക്കുന്നത്. JCI accreditation. JCI accredits 8 type of health care programs. JCI accredits 8 type of health care programs. എന്തൊക്കെയാണ് 8 type of programs? health care programs ആയിട്ട് വരുന്നത് ഹോസ്പിറ്റൽ അല്ലെ. ഹോസ്പിറ്റലിൽ എങ്ങനെയാണ് JCI അംഗീകാരം കിട്ടുന്നത്? എങ്ങനെയാണ്? പല ഹോസ്പിറ്റലിനും ഇന്റർനാഷണൽ ലെവലില് അക്രഡിറ്റേഷൻ കൊടുക്കുന്നുണ്ട്. അപ്പൊ ഹോസ്പിറ്റലാണ് ഫസ്റ്റ് പോയിന്റ്. ഇന്റർനാഷണൽ ലെവലില് JCI അക്രഡിറ്റേഷൻ പല ഹോസ്പിറ്റലുകൾക്കും ലഭിക്കുന്നുണ്ട്. പിന്നെ എന്താണ്? അക്കാദമിക് മെഡിക്കൽ സെന്റർ ഹോസ്പിറ്റൽ. എന്തായിരിക്കും അക്കാദമിക് എന്ന് പറയുമ്പോ? ഏത് ഹോസ്പിറ്റലായിരിക്കും? മെഡിക്കൽ സെന്റർ പഠിപ്പിക്കുന്നത്, പഠിക്കുന്നതിന് വേണ്ടി മെഡിക്കൽ കോളേജ്. കമന്റ് ചെയ്താൽ മതി നിങ്ങൾ. പഠിപ്പിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട ഹോസ്പിറ്റൽ ഏതായിരിക്കും? ഇനി ഐഡിയ? മെഡിക്കൽ കോളേജ്. വെരി ഗുഡ്. മെഡിക്കൽ കോളേജ്. മെഡിക്കൽ കോളേജ് അതുപോലെ റിസർച്ച്, ഇതൊക്കെ എന്താണ്? ഇതിൽ ഉൾപ്പെടുന്നതാണ് കേട്ടോ. അക്കാദമിക് മെഡിക്കൽ സെന്റർ ഹോസ്പിറ്റൽ ഉൾപ്പെടുന്നതാണ് ഇത് മെഡിക്കൽ കോളേജുകള്. അതുപോലെ തന്നെ പല റിസർച്ചുകൾ നടത്താറുണ്ട് അല്ലെ അവിടെ, അതുമായിട്ട് ബന്ധപ്പെട്ട റിസർച്ചുകൾ. അപ്പൊ ഇതിനൊക്കെ എന്താണ് അക്രഡിറ്റേഷൻ ലഭിക്കുന്നത്. പിന്നെ എന്താണ്? ആംബുലേറ്ററി കെയർ ഫെസിലിറ്റീസ്. എന്തായിരിക്കും ആംബുലേറ്ററി കെയർ ഫെസിലിറ്റീസ് എന്ന് പറഞ്ഞാല്? ഡോക്ടേഴ്സ് ക്ലിനിക്സ്, അതുപോലെ അവരുടെ ഓഫീസ്, ഔട്ട് പേഷ്യന്റ് സർവീസ് കെയർ കൊടുക്കുന്നത്, അതൊക്കെ എന്താണ്? ആംബുലേറ്ററി കെയർ ഫെസിലിറ്റീസ് ആണ്. സൗകര്യങ്ങള്. ഫെസിലിറ്റീസ് എന്ന് പറഞ്ഞാല് സൗകര്യങ്ങള്. ഇപ്പൊ ഡോക്ടേഴ്സിന്റെ ക്ലിനിക്സ്, ഓഫീസുകള്, ഔട്ട് പേഷ്യന്റ് സർവീസ് കൊടുക്കുന്ന, ഔട്ട് പേഷ്യന്റ് സർവീസ് കെയർ കൊടുക്കുന്നത്, ഇതുമായിട്ട് ബന്ധപ്പെട്ട് അക്രഡിറ്റേഷൻ കൊടുക്കുന്നുണ്ട്. ഇനി ക്ലിനിക്കൽ ലബോറട്ടറീസ് പറയാൻ പറ്റുമല്ലോ, ലാബുകള്, അതിനൊക്കെ എന്താണ്? അംഗീകാരം കൊടുക്കുന്നുണ്ട്. ഹോം കെയർ ഫെസിലിറ്റീസ് പറയാൻ പറ്റുമല്ലോ. ഹോം കെയർ, ഹോം കെയർ അറിയില്ലേ? വീട്ടിലുള്ള പരിസരം. ഇനി ലോങ് ടേം കെയർ ഫെസിലിറ്റി, പാലിയേറ്റീവ് കെയർ, വീട്ടിൽ വന്നിട്ട് അവരെ പരിചരിക്കുന്നത്. ലോങ് ടേം കെയർ ഫെസിലിറ്റീസിൽ ഏതൊക്കെ പെടും? ഈ നഴ്സിംഗ് ഹോമുകള്, റിട്ടയർമെന്റ് ഹോംസ്, ഇതൊക്കെയാണ് കേട്ടോ ഇതിൽ വരുന്നത്. ലോങ് ടേം ഓൾഡ് ഏജ് ഹോം, ലോങ് ടേം കെയർ ഫെസിലിറ്റീസ്. പിന്നെന്താ? മെഡിക്കൽ ട്രാൻസ്പോർട്ട് ഓർഗനൈസേഷൻ. ഇതുമായിട്ട് ബന്ധപ്പെട്ടതായിരിക്കും മെഡിക്കൽ ട്രാൻസ്പോർട്ട് എന്ന് പറയുമ്പോ. വെരി ഗുഡ്. ആംബുലൻസ് അല്ലെ. മെഡിക്കൽ ട്രാൻസ്പോർട്ട് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ആംബുലൻസ് സർവീസ് അല്ലെ. ഏതൊക്കെയാണ് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. ഏതൊക്കെയാ ആംബുലൻസ് ആണ്? റോഡ്, എയർ അല്ലെ. പഠിച്ചിട്ടില്ലേ? ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ആംബുലൻസ്, അതൊക്കെ വരും കേട്ടോ. ഇനി എന്താണ്? പ്രൈമറി കെയർ സെന്റേഴ്സ്. പ്രൈമറി കെയർ സെന്റർ ഏതൊക്കെയാണ്? എന്തായിരിക്കും പ്രൈമറി കെയർ സെന്റേഴ്സ് എന്ന് പറഞ്ഞാല്? PHC ആണ്. പ്രാഥമിക ആരോഗ്യ കേന്ദ്രം. ഓക്കെ, ഹെൽത്ത് സെന്റേഴ്സ്. വെരി ഗുഡ്. ഇതൊക്കെയാണ് എന്ത്? പ്രൈമറി കെയർ സെന്ററിൽ വരുന്നത് കേട്ടോ, ഹെൽത്ത് സെന്റേഴ്സ്.
പ്രാഥമികാരോഗ്യ കേന്ദ്രങ്ങൾ. അപ്പോ ഇതിനൊക്കെയാണ് എന്ത് JCI അക്രഡിറ്റേഷൻ ലഭിക്കുന്നത് കേട്ടോ. ഹോസ്പിറ്റൽസ് ഉണ്ട്, അക്കാദമിക് മെഡിക്കൽ സെന്റർ ഹോസ്പിറ്റൽസ്, ആംബുലൻസറി കെയർ ഫെസിലിറ്റീസ്, ക്ലിനിക്കൽ ലബോറട്ടറീസ്, ഹോം കെയർ ഫെസിലിറ്റീസ്, long term care facilities, medical transport organization, primary care centers. Just അത് മാത്രം നോക്കി വയ്ക്കാം. ഇതൊക്കെയാണ് 8 type of health care programs എന്നുള്ളത് കേട്ടോ. ഓർമ്മയിലുണ്ടാവണം കേട്ടോ. എത്ര ടൈപ്പ് ആണെന്നുള്ളതും ഓർമ്മ വേണം. 8 എന്നുള്ളത്. ചിലപ്പോ നമ്പർ മാത്രം ചോദിക്കുള്ളൂ. ഏതൊക്കെയാണ്, എത്ര ടൈപ്പ് ആണ്, 1 ആണോ 2 ആണോ. അപ്പൊ ക്വസ്റ്റ്യൻ എന്താണ് ഒബ്ജക്റ്റീവ് ടൈപ്പിൽ വരും 5, 8, 6 എന്നുള്ളത്. ഓർമ്മ വേണം ഇത്ര എണ്ണമാണ്. ഓക്കെ, നെക്സ്റ്റ് ആണ് JCI 5th edition. അവിടെ JCI നോക്കണേ, സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്, ചില പ്രിന്റിംഗ് മിസ്റ്റേക്കുകൾ ഉണ്ട്. JCI 5th edition effective from 1st April 2014. അപ്പൊ JCI പ്രാബല്യത്തിൽ വന്നത്, JCI 5th edition പ്രാബല്യത്തിൽ വന്നിരിക്കുന്നത് 1st April 2014 Okay, it consists of 4 sections. എത്ര sections ആണുള്ളത്? 4 sections ആണ് 5th editionലുള്ളത്. Section 1, Section 2, Section 3 and Section 4. ഇനി ഈ സെക്ഷൻസ് പറയുന്നതിന് മുൻപ് മിസ് ഒരു കാര്യം കൂടിയും പറയാം. അപ്പൊ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് മനസ്സിലാവും. 5th എഡിഷന്റെ സെക്ഷനുകൾ പറയുന്നതിന് മുൻപ് ഒരു കാര്യം പറഞ്ഞു തരാം. കണക്ട് ചെയ്യാനായിട്ടാണ് കേട്ടോ. എക്സാമ്പിൾ പോലെ പറഞ്ഞു തരാം. നിങ്ങൾക്ക് നമ്മുടെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷനിൽ എത്ര മൊഡ്യൂൾ ഉണ്ട്? എത്ര മൊഡ്യൂൾ ആണുള്ളത്? 4 മൊഡ്യൂൾ ഉണ്ട് അല്ലെ. ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ്? 4 സെക്ഷൻ ഉണ്ട്. അപ്പൊ നമ്മുടെ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. ശ്രദ്ധിച്ച് കേൾക്കണേ. അപ്പോ നമുക്ക് 4 മൊഡ്യൂൾ ഉണ്ട്. മനസ്സിലായോ? ഇനി 4 മൊഡ്യൂളിലും കുറെ ചാപ്റ്റേഴ്സ് ഉണ്ടല്ലേ? എന്താ, ഫസ്റ്റ് മൊഡ്യൂളില് 13 ചാപ്റ്റേഴ്സ് അല്ലെ? അങ്ങനെ സെക്കൻഡ് മൊഡ്യൂളില് പല പല ചാപ്റ്റേഴ്സ് ഉണ്ട്. ഇനി ആ ചാപ്റ്റേഴ്സില് നമുക്ക് കുറച്ച് കാര്യങ്ങൾ, ഒരു ചാപ്റ്ററിലാണെങ്കിൽ കുറച്ച് കാര്യങ്ങൾ പഠിക്കാനില്ലേ? ഉണ്ട്. അതുപോലെ രണ്ടാമത്തെ ചാപ്റ്റർ എടുക്കുമ്പോ അതിനകത്തും കുറച്ച് കാര്യങ്ങൾ പഠിക്കാനുണ്ട് അല്ലെ? അപ്പൊ അതിനെയാണ് നമ്മള് സ്റ്റാൻഡേർഡ്സ് എന്ന് പറയുന്നത്. 4 മൊഡ്യൂള്, ഫസ്റ്റ് മൊഡ്യൂളില് കുറച്ച് ചാപ്റ്റേഴ്സ് ഉണ്ട്. നോക്കിയേ, ഇവിടെ നോക്കിയേ, 2 ഫസ്റ്റ് സെക്ഷൻ, 4 സെക്ഷൻ ഉണ്ട്. സെക്ഷൻ 1, സെക്ഷൻ 2, സെക്ഷൻ 3, സെക്ഷൻ 4. ഇത്ര വരെ ക്ലിയർ ആയില്ലേ? ഇനി ആ സെക്ഷനില് ഞാൻ പറഞ്ഞു എന്താണ്, കുറച്ച് ചാപ്റ്റേഴ്സ് ഉണ്ട്. സെക്ഷൻ 2 നോക്കിയേ. സെക്ഷൻ 2ല് സെക്കൻഡ് മൊഡ്യൂള് നോക്കാം. സെക്കൻഡ് മൊഡ്യൂളിൽ കണക്ട് ചെയ്യാം. സെക്കൻഡ് മൊഡ്യൂളില് കുറച്ച് ചാപ്റ്റേഴ്സ് ഉണ്ട്. IPSG, ACC, ഇതൊക്കെ എന്താണ്? ചാപ്റ്റേഴ്സ് ആയിട്ട് കണക്ട് ചെയ്യണം കേട്ടോ. ചാപ്റ്റേഴ്സ് ആണ്. ഇനി ഇതിനകത്ത് കുറച്ച് കാര്യങ്ങൾ ഇവിടെ പറയുന്നുണ്ട് അല്ലെ. ഞാനിങ്ങനെ എന്താണ് മൗസ് പോയിന്ററും കൊണ്ട് കാണിക്കുന്നത് നിങ്ങൾക്ക് ക്ലിയർ ആവുന്നില്ലേ? കാണുന്നില്ലേ? ശ്രദ്ധിക്കണം കേട്ടോ. മൗസ് പോയിന്ററും കൊണ്ട് കാണിക്കുന്നത്. ഓക്കെ, അപ്പോ എന്താണ്, ചാപ്റ്റർ ഉണ്ട്. സോറി, ഫസ്റ്റ് മൊഡ്യൂള് പറഞ്ഞു. സെക്ഷൻ 2ല് അത് മൊഡ്യൂളാണ്. അതിന്റെ അവിടെ കുറച്ച് ചാപ്റ്റേഴ്സ് ഉണ്ട്. ഇനി ഇതിനകത്ത് കുറച്ച് കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട് അല്ലെ. ഓരോ ചാപ്റ്ററിലും കുറച്ച് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അതാണ് സ്റ്റാൻഡേർഡ്സ് എന്ന് പറയുന്നത്. ഇത്ര വരെയും ക്ലിയർ ആണോ? 4 സെക്ഷൻ ഉണ്ട്. ഓരോ സെക്ഷനിലും ചാപ്റ്റേഴ്സ് ഉണ്ട്. ആ ചാപ്റ്റേഴ്സിൽ കുറച്ച് കാര്യങ്ങൾ പഠിക്കാനുണ്ട്, പറഞ്ഞിട്ടുണ്ട്. അതൊക്കെയാണ് നമ്മൾ പഠിക്കുന്നത് അല്ലെ. അതിനെയാണ് സ്റ്റാൻഡേർഡ്സ് എന്ന് പറയുന്നത്. ക്ലിയർ ആയില്ലേ? ഇനി ആ സ്റ്റാൻഡേർഡ്സിന് നമ്മൾ ഇവിടെ പറഞ്ഞു സ്കോർ കൊടുക്കണം അല്ലെ. ഒറിജിനൽ നമ്മൾ പഠിച്ചില്ലേ, സ്കോർ ഉണ്ട് അല്ലെ. ഇത്ര നിലവാരത്തിൽ ഹോസ്പിറ്റൽ ഉണ്ടോ, അല്ലെങ്കിൽ എന്താണ് അവിടെ ഹെൽത്ത് കെയർ കൊടുക്കുന്നത്, എത്ര നിലവാരത്തിൽ കൊടുക്കുന്നുണ്ടോ, ഒരേ സ്റ്റാൻഡേർഡ്സ് ഉണ്ടാവും. ആ സ്റ്റാൻഡേർഡ്സിന് നമ്മൾ സ്കോർ കൊടുക്കണം. ആ സ്കോർ കൊടുക്കുന്നത് ഇവിടെ നോക്കുന്നത് എങ്ങനെയാണ്?
ഓരോ മെഷറബിൾ എലമെന്റ്സും, ഓരോ സ്റ്റാൻഡേർഡ്സിനും ഓരോ മെഷറബിൾ എലമെന്റ്സ് വെച്ചിട്ടാണ് സ്കോർ കൊടുക്കുന്നത്. അപ്പോ ഇവിടെ ശ്രദ്ധിക്കാം, സേഫ്റ്റിയുമായിട്ട് ബന്ധപ്പെട്ട സ്റ്റാൻഡേർഡ്സ് ആണെങ്കിൽ, സേഫ്റ്റിയുമായിട്ട് ബന്ധപ്പെട്ട സ്റ്റാൻഡേർഡ് ആണെങ്കിൽ കുറച്ച് കാര്യങ്ങൾ, സേഫ്റ്റിയുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ അവിടെ ചെക്ക് ചെയ്യും. ഏതൊക്കെയാണ്? ഇപ്പൊ ആക്സിഡന്റ് റേറ്റ് എത്ര എണ്ണം ഉണ്ടായി, ഇൻസിഡന്റ് റിപ്പോർട്ട്, അതുപോലെ തന്നെ സേഫ്റ്റി പ്രൊസീജിയറുമായിട്ട് ബന്ധപ്പെട്ട കംപ്ലൈന്റ്സ്, ഇതൊക്കെയാണ് അതിൽ വരുന്ന മെഷറബിൾ എലമെന്റ്സ്. സേഫ്റ്റിയുമായിട്ട് ബന്ധപ്പെട്ട സ്റ്റാൻഡേർഡ്സിനാണ് നമ്മൾ സ്കോർ കൊടുക്കുന്നതെങ്കിൽ സേഫ്റ്റിയുമായിട്ട് ബന്ധപ്പെട്ട മെഷറബിൾ എലമെന്റ്സ് കൃത്യമായിട്ട് ആ മെഷറബിൾ എലമെന്റ്സ് ചെക്ക് ചെയ്യും. ഏതൊക്കെയാണ് സേഫ്റ്റിയുമായിട്ട് ബന്ധപ്പെട്ട മെഷറബിൾ എലമെന്റ്സ് ആയിട്ട് വരുന്നത്? ആക്സിഡന്റ് റേറ്റ് എത്രത്തോളം ഉണ്ടായി, ഇൻസിഡന്റ് റിപ്പോർട്ട് അത് കൃത്യമായിട്ടാണോ ചെയ്തിരിക്കുന്നത്, അതുപോലെ സേഫ്റ്റിയുമായിട്ട് ബന്ധപ്പെട്ട പ്രൊസീജിയർ, അതുമായിട്ട് ബന്ധപ്പെട്ട കംപ്ലൈന്റ്സ് എത്ര എണ്ണം ഉണ്ടായി, ഇതൊക്കെ കറക്റ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ടോ, ഇതൊക്കെ മെഷർ ചെയ്ത് അതിനെയാണ് നമ്മൾ മെഷറബിൾ എലമെന്റ്സ് എന്ന് പറയുന്നത്. കിട്ടിയോ? അപ്പോ ഈ മെഷറബിൾ എലമെന്റ്സ് വെച്ചിട്ടാണ് ഓരോ സ്റ്റാൻഡേർഡ്സിനും നമ്മള് സ്കോർ നിശ്ചയിക്കുന്നത്. ഇത്രയും ക്ലിയർ ആണോ? ഡൗട്ട് ഉണ്ടാവും, കണക്ട് ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടുണ്ട്. ക്ലിയർ ആയോ മിസ് പറഞ്ഞത്? ഒന്നുകൂടി മിസ് പറയാം. ഞാൻ പറഞ്ഞു എന്താണ്, നമുക്ക് 4 മൊഡ്യൂൾസ് ഉണ്ട് അല്ലേ? അതുപോലെ തന്നെ ഇവിടെ 4 സെക്ഷൻസ് ഉണ്ട്, 4 മൊഡ്യൂൾസ് ഉണ്ട്. ആ മൊഡ്യൂൾസിൽ ചാപ്റ്റേഴ്സ് ഉണ്ട്. ആ ചാപ്റ്റേഴ്സിൽ കുറച്ച് കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. അതിനെയാണ് സ്റ്റാൻഡേർഡ്സ് എന്ന് പറയുന്നത്. ആ സ്റ്റാൻഡേർഡ്സിന് നമ്മൾ എന്ത് ചെയ്യണം? സ്കോർ കൊടുക്കേണ്ടതായിട്ടുണ്ട്. സ്കോർ കൊടുക്കുന്നത് എങ്ങനെയാണ്? ഓരോ സ്റ്റാൻഡേർഡ്സിനും മെഷറബിൾ എലമെന്റ്സ് ഉണ്ട്. ആ മെഷറബിൾ എലമെന്റ്സ് നോക്കിയിട്ടാണ് സ്റ്റാൻഡേർഡ്സിന് സ്കോർ കൊടുക്കുന്നത്. ഫോർ എക്സാമ്പിള്, സേഫ്റ്റിയുമായിട്ട് ബന്ധപ്പെട്ട സ്റ്റാൻഡേർഡ്സിന് നമ്മൾ സ്കോർ കൊടുക്കണം. അപ്പോ സേഫ്റ്റിയുമായിട്ട് ബന്ധപ്പെട്ട മെഷറബിൾ എലമെന്റ്സ് നമ്മൾ ചെക്ക് ചെയ്യണം അല്ലെ? എന്തൊക്കെയാണ് സേഫ്റ്റിയുമായിട്ട് ബന്ധപ്പെട്ട മെഷറബിൾ എലമെന്റ്സ് ആയിട്ട് വരുന്നത്? ആക്സിഡന്റ് റേറ്റ് എത്രത്തോളം ഉണ്ടായി, ഇൻസിഡന്റ് റിപ്പോർട്ട്, അതുപോലെ സേഫ്റ്റിയുമായിട്ട് ബന്ധപ്പെട്ട പ്രൊസീജിയർ, ഇതുമായിട്ട് ബന്ധപ്പെട്ട കംപ്ലൈന്റ്സ് എത്ര എണ്ണം ഉണ്ടായി, ഇതൊക്കെ കറക്റ്റ് ആയിട്ടാണോ റെക്കോർഡ് ചെയ്തിരിക്കുന്നത്, ഇതൊക്കെ നോക്കിയിട്ടാണ് ഈ സേഫ്റ്റിയുമായിട്ട് ബന്ധപ്പെട്ട സ്റ്റാൻഡേർഡ്സിന് സ്കോർ നിശ്ചയിക്കുന്നത്. ഇത്രയും വരെയും ക്ലിയർ ആണോ? ഓക്കെ, ക്ലിക്കായോ നിങ്ങൾക്ക്? ഓക്കെ ആണ്. ഓക്കെ, നമുക്ക് ഓരോ സെക്ഷൻ നോക്കാം കേട്ടോ. അപ്പോ JCI 5th എഡിഷൻ വന്നിരിക്കുന്നത്, പ്രാബല്യത്തിൽ വന്നിരിക്കുന്നത് 1st April 2014 അതിന് 4 സെക്ഷൻ ഉണ്ട്. ആ 4 സെക്ഷൻ ആണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത് കേട്ടോ. അപ്പൊ ഫസ്റ്റ് സെക്ഷൻ എന്താണ്? ഇൻക്ലൂഡ് അക്രഡിറ്റേഷൻ പാർട്ടിസിപ്പേഷൻ റിക്വയർമെന്റ്സ്, APR. APR എന്ന് പറഞ്ഞാല് അക്രഡിറ്റേഷൻ പാർട്ടിസിപ്പേഷൻ റിക്വയർമെന്റ്സ് കേട്ടോ. അതിന്റെ ഷോർട്ട് ഫോം ആണ് APR എന്ന് പറഞ്ഞു കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ഇനി എന്താണ് APR എന്ന് പറഞ്ഞാല്? അക്രഡിറ്റേഷൻ കിട്ടുന്നതിന് വേണ്ടി ഒരു സ്ഥാപനം എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത്? മനസ്സിലായോ? അതില് ഇൻക്ലൂഡഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് കേട്ടോ. APR എന്ന് പറഞ്ഞാല് അതിനകത്ത് ഉള്ള കാര്യങ്ങളാണ് പറയുന്നത്. എന്താണ്? അക്രഡിറ്റേഷൻ, അംഗീകാരം ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു സ്ഥാപനം എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത്? ആ കാര്യങ്ങളൊക്കെ ആയിരിക്കും ആ സെക്ഷനിൽ ഉള്ളത്. ക്ലിയർ ആയോ? ഫസ്റ്റ് സെക്ഷൻ include accreditation participation requirements, APR. അംഗീകാരം ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു സ്ഥാപനം എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത്? നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ. എഴുതിക്കഴിഞ്ഞാൽ കമ്പിടണം കേട്ടോ. ഓക്കെ, എല്ലാവർക്കും കിട്ടിയോ? ഡൗട്ട് ഉണ്ടോ? ഫസ്റ്റ് സെക്ഷൻ ഓക്കെ ആണോ?
APR എന്ന് പറഞ്ഞാൽ അക്രഡിറ്റേഷൻ പാർട്ടിസിപ്പേഷൻ റിക്വയർമെന്റ്സ്. APR എന്താ പറഞ്ഞത്? ഒരു സ്ഥാപനത്തിന് അംഗീകാരം ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് ആ സ്ഥാപനം എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത്, ഇതിനെ കുറിച്ചുള്ള കാര്യങ്ങളാണ് ഈ സെക്ഷൻ 1 ഉൾപ്പെടുന്നത്. ഇനി സെക്ഷൻ 2 എന്താണ്? പേഷ്യന്റ് സെന്റേർഡ് സ്റ്റാൻഡേർഡ്സ്. എന്തായിരിക്കാം? പേഷ്യന്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ അല്ലേ? വരുന്ന പേഷ്യന്റിന് കെയർ കൊടുക്കുന്നതിനുള്ള പ്രവേശനം, അതാണ് ACC. Access to care and continuity of care. വരുന്ന പേഷ്യന്റിന് കെയർ കൊടുക്കുന്നതിനുള്ള പ്രവേശനവും പിന്തുടർച്ചയും. അതിനു മുൻപ് ഒരു കാര്യം കൂടി ഉണ്ട്. ഫസ്റ്റ് പോയിന്റിൽ നമ്മൾ എക്സ്പാൻഷൻ എഴുതിയിട്ടില്ല കേട്ടോ, അതും കൂടി മിസ് ചെയ്ത് തരാം. ഇന്റർനാഷണൽ പേഷ്യന്റ് സേഫ്റ്റി ഗോൾ. ഓക്കെ, ചെറിയ കമന്റ് ഇട്ടിട്ടുണ്ട്, അത് നോക്കി എഴുതാം കേട്ടോ. IPSG എന്ന് പറഞ്ഞാല് ഇന്റർനാഷണൽ പേഷ്യന്റ് സേഫ്റ്റി ഗോൾ. പറയാൻ വിട്ടോ ഇതാണ് കേട്ടോ. അത് പേഷ്യന്റ് സെന്റേർഡ് സ്റ്റാൻഡേർഡ്സിൽ വരുന്ന ചാപ്റ്റേഴ്സ് ആണ് നമ്മളിപ്പോ പറയുന്നത് കേട്ടോ. അങ്ങനെ വെച്ച് കണക്ട് ചെയ്ത് പഠിക്കുന്നു കേട്ടോ. ചെറിയ ടൈപ്പ് ചെയ്തിട്ടിട്ടുണ്ട്, അതിനകത്ത് കമന്റ് ഇട്ടിട്ടുണ്ട്. കമന്റിൽ നോക്കി. സെക്ഷൻ 2 പേഷ്യന്റ് സെന്റേർഡ് സ്റ്റാൻഡേർഡ്. രോഗി കേന്ദ്രീകൃതമായിട്ടുള്ള മാനദണ്ഡങ്ങൾ. ഇനി അതിൽ വരുന്നതാണ് IPSG ഇന്റർനാഷണൽ പേഷ്യന്റ് സേഫ്റ്റി ഗോൾ. വരുന്ന പേഷ്യന്റിന്റെ, ഹോസ്പിറ്റലിൽ വരുന്ന പേഷ്യന്റിന്റെ സുരക്ഷയുമായിട്ട് ബന്ധപ്പെട്ട മാനദണ്ഡങ്ങളാണ് എന്ത്? ഇന്റർനാഷണൽ പേഷ്യന്റ് സേഫ്റ്റി ഗോൾ എന്ന് പറയുന്നത്. പേഷ്യന്റിന്റെ സുരക്ഷയുമായിട്ട് ബന്ധപ്പെട്ട മാനദണ്ഡങ്ങൾ. നെക്സ്റ്റ് മിസ് പറഞ്ഞില്ലേ, ACC access to care and continuity of care. എന്താണ്? പേഷ്യന്റിലെ വരുന്ന, ഹോസ്പിറ്റലിലേക്ക് വരുന്ന പേഷ്യന്റിന് കെയറിലേക്കുള്ള പ്രവേശനവും പിന്തുടർച്ചയും. രണ്ട് കാര്യങ്ങളും സെക്ഷൻ 2 രണ്ട് കാര്യങ്ങളൊക്കെയാണോ? IPSGയും ACCയും ക്ലിയർ ആയോ? ഓക്കെ, ഇനി നെക്സ്റ്റ് ആണ് ഇത് PFR പേഷ്യന്റ് ആൻഡ് ഫാമിലി റൈറ്റ്സ്. എന്തായിരിക്കും പേഷ്യന്റ് ആൻഡ് ഫാമിലി റൈറ്റ്സ്? അവിടെ വരുന്ന പേഷ്യന്റിനും അതുപോലെ അവരുടെ ഫാമിലിയുടെയും അവകാശങ്ങൾ അല്ലെ, അവകാശങ്ങളുമായിട്ട് ബന്ധപ്പെട്ട മാനദണ്ഡങ്ങളായിരിക്കും PFR പേഷ്യന്റ് ആൻഡ് ഫാമിലി റൈറ്റ്സ്. നെക്സ്റ്റ് ആണ് AOP അസസ്മെന്റ് ഓഫ് പേഷ്യൻസ്. അസസ്മെന്റ് ഓഫ് പേഷ്യൻസ് എന്താണ്? മരുന്നിന്റെ കാര്യങ്ങള്, അതുപോലെ തന്നെ ട്രീറ്റ്മെന്റ്, അവർക്ക് കൊടുക്കുന്ന ട്രീറ്റ്മെന്റ്, ഇതൊക്കെ എന്താണ്? അസസ് ചെയ്യാനായിട്ട്, വിലയിരുത്താനായിട്ട് അതുമായിട്ട് ബന്ധപ്പെട്ട മാനദണ്ഡങ്ങളാണ് AOP അസസ്മെന്റ് ഓഫ് പേഷ്യൻസ്.
മരുന്നിന്റെ കാര്യങ്ങള്, ട്രീറ്റ്മെന്റ്, അവർക്ക് കൊടുക്കുന്ന ട്രീറ്റ്മെന്റ്, അതിനെക്കുറിച്ചുള്ള അസസ്മെന്റ്, വിലയിരുത്തുന്നതുമായിട്ടുള്ള മാനദണ്ഡങ്ങള്. ACC പറയണോ? ACC എന്ന് പറഞ്ഞാല് അവിടെ വരുന്ന പേഷ്യന്റിന് അസസ് ടു കെയർ ആൻഡ് കണ്ടിന്യൂറ്റി ഓഫ് കെയർ ആണ് അല്ലെ. എന്താണ് അവിടെ വരുന്ന പേഷ്യന്റിന് കെയറിലേക്കുള്ള പ്രവേശനം നമ്മൾ പഠിച്ചില്ലേ? അസസ് എന്ന് പറഞ്ഞാൽ പ്രവേശനം, അതുമായിട്ട് ബന്ധപ്പെട്ട പിന്തുടർച്ച, കണ്ടിന്യൂറ്റി ഓഫ് കെയർ, അതുമായിട്ട് ബന്ധപ്പെട്ട മാനദണ്ഡങ്ങളായിരിക്കും അതിൽ കൊടുത്തിരിക്കുന്നത്, സ്റ്റാൻഡേർഡ്സ്. നെക്സ്റ്റ് ആണ് COP, കെയർ ഓഫ് പേഷ്യൻസ് ആംബുലേറ്ററി. എന്താണ് കെയർ ഓഫ് പേഷ്യൻസ് എന്ന് പറഞ്ഞാല് ഏതു തരത്തിലുള്ള പരിചരണമാണ് രോഗികൾക്ക് വേണ്ടത്? പറഞ്ഞു തരാട്ടോ. ഇത് നോക്കിക്കോളൂ. COP എന്താണ്? കെയർ ഓഫ് പേഷ്യന്റ്. ഏതു തരത്തിലുള്ള പരിചരണമാണ് രോഗികൾക്ക് വേണ്ടത്? ഇൻപേഷ്യന്റ് ആണോ, ഔട്ട് പേഷ്യന്റ് സർവീസ് ആണോ എന്നുള്ളതാണ് അതിൽ കൊടുക്കുന്നത്. കെയർ ഓഫ് പേഷ്യന്റ്, ഇൻപേഷ്യന്റ് സർവീസ് ആണോ രോഗിക്ക് വേണ്ടത്, ഔട്ട് പേഷ്യന്റ് സർവീസ് ആണോ എന്നുള്ളതാണ് COP പറയുന്നത്. അസസ്മെന്റ് ഓഫ് പേഷ്യന്റിൽ പറയുന്നത് എന്താണ്? മരുന്നിന്റെ കാര്യങ്ങള്, അവർക്ക് കൊടുക്കുന്ന മരുന്ന്, അതുപോലെ എന്താണ് ട്രീറ്റ്മെന്റുകള്, അതൊക്കെയാണ്. അതുമായിട്ട് ബന്ധപ്പെട്ട സ്റ്റാൻഡേർഡ്സ് ആണ് AOPയിൽ വരുന്നത്. അസസ്മെന്റ്, വിലയിരുത്തുക, രോഗികൾക്ക് എത്തരത്തിലുള്ള ട്രീറ്റ്മെന്റുകളാണ് കൊടുക്കുന്നത്, അവർക്ക് കൊടുക്കുന്ന മരുന്നുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, തരത്തിലുള്ള മാനദണ്ഡങ്ങൾ, സ്റ്റാൻഡേർഡ്സ് ആണ് AOPയിൽ വരുന്നത്. ക്ലിയർ ആയോ? COP മനസ്സിലായില്ലേ? ഇത്തരത്തിലുള്ള കെയർ ആണ് രോഗികൾക്ക് വേണ്ടത്. ഇൻപേഷ്യന്റ് ആണോ, ഔട്ട് പേഷ്യന്റ് സർവീസ് ആണോ എന്നുള്ളത്. നെക്സ്റ്റ് ആണ് ASC, അനസ്തേഷ്യ ആൻഡ് സർജിക്കൽ കെയർ. ഇതറിയാലോ, അനസ്തേഷ്യ ആൻഡ് സർജറിയുമായിട്ട് ബന്ധപ്പെട്ട മാനദണ്ഡങ്ങൾ. രോഗികൾക്ക് അനസ്തേഷ്യ കൊടുക്കുക അല്ലെ, അപ്പൊ അങ്ങനെയുള്ള അനസ്തേഷ്യ കൊടുക്കുന്നത്, സർജറിയുമായിട്ട് ബന്ധപ്പെട്ട മാനദണ്ഡങ്ങളാണ് ASCയിൽ വരുന്നത്. ഇനി MMU എന്താണ്? മെഡിക്കേഷൻ മാനേജ്മെന്റ് ആൻഡ് യൂസ്. കൊടുക്കുന്ന മരുന്നിന്റെ മാനേജ്മെന്റും, മാനേജ് ചെയ്യുന്ന കാര്യങ്ങളും, കൊടുക്കുന്ന മരുന്നിന്റെ മാനേജ്മെന്റും യൂസേജും, യൂസസും ആണ് ഇതിൽ വരുന്നത് കേട്ടോ. MMU എന്ന് പറഞ്ഞാല് രോഗികൾക്ക് കൊടുക്കുന്ന മരുന്നിന്റെ മാനേജ്മെന്റും അതിന്റെ യൂസസും, ഇതുമായിട്ട് ബന്ധപ്പെട്ട മാനദണ്ഡങ്ങളാണ് MMUയിൽ വരുന്നത്. നെക്സ്റ്റ് ആണ് PFE, പേഷ്യന്റ് ആൻഡ് ഫാമിലി എഡ്യൂക്കേഷൻ. ഡിസ്റ്റർബൻസ് ഉണ്ടല്ലേ, 1 മിനിറ്റ്.
ഓക്കെ ആയോ? സൗണ്ട് ഉണ്ടോ നിങ്ങൾക്ക്? നമ്മൾ പറഞ്ഞത് പേഷ്യന്റ് ആൻഡ് ഫാമിലി എഡ്യൂക്കേഷൻ അല്ലേ? അത്ര വരെ നിങ്ങൾ എഴുതിയില്ലേ? എന്താണ് പേഷ്യന്റ് ആൻഡ് ഫാമിലി എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാല് പേഷ്യന്റിന് ആൻഡ് ഫാമിലിക്കും കൊടുക്കുന്ന എഡ്യൂക്കേഷൻ. നമ്മൾ എഡ്യൂക്കേഷൻ കൊടുക്കാറില്ലേ ഹോസ്പിറ്റലിൽ വരുമ്പോ? അതുമായിട്ട് ബന്ധപ്പെട്ട സ്റ്റാൻഡേർഡ്സ് ആണ് പേഷ്യന്റ് ആൻഡ് ഫാമിലി എഡ്യൂക്കേഷൻ. ഓക്കെ, സെക്ഷൻ 1 കഴിഞ്ഞു, സെക്ഷൻ 2 കഴിഞ്ഞു. ഇനി സെക്ഷൻ 3 ആണ് എന്ത്? കൺസിസ്റ്റ് ഓഫ് ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻ മാനേജ്മെന്റ് സ്റ്റാൻഡേർഡ്സ്. ആരോഗ്യ പരിചരണ സംഘടനയുമായി ബന്ധപ്പെട്ട സ്റ്റാൻഡേർഡ്സ്. അതാണ് സെക്ഷൻ 3 വരുന്നത്. ആരോഗ്യ പരിചരണ സംഘടനയുമായി ബന്ധപ്പെട്ട സ്റ്റാൻഡേർഡ്സ്. ഫസ്റ്റ് വൺ ആണ് QPS, ക്വാളിറ്റി ഇംപ്രൂവ്മെന്റ് ആൻഡ് പേഷ്യന്റ് സേഫ്റ്റി. എന്താണ്? പേഷ്യന്റ് സേഫ്റ്റിയുമായിട്ട് ബന്ധപ്പെട്ട ക്വാളിറ്റി ഇംപ്രൂവ്മെന്റ് ചെയ്യേണ്ടത്. അങ്ങനെയുള്ള പേഷ്യന്റ് കെയറുമായിട്ട് ബന്ധപ്പെട്ട പേഷ്യന്റ് സേഫ്റ്റിയും നല്ല രീതിയിലുള്ള ക്വാളിറ്റി കെയർ കൊടുക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട സ്റ്റാൻഡേർഡ്സ് ആണ് QPS. മനസ്സിലാവില്ലേ? ക്ലിയർ അല്ലേ? ഇനി എന്താണ് PCI? PCI എന്താ? പ്രിവെൻഷൻ ആൻഡ് കൺട്രോൾ ഓഫ് ഇൻഫെക്ഷൻസ് ലബോറട്ടറി. അറിയാലോ? എന്തായിരിക്കും? ഹോസ്പിറ്റലുമായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ രോഗികൾ വരുമ്പോ അവർക്ക് ഇൻഫെക്ഷൻ വരാനായിട്ട് സാധ്യതയുണ്ട് അല്ലെ? അത് തടയുന്നതിനായിട്ട് ബന്ധപ്പെട്ട ഇൻഫെക്ഷൻ കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടതായിട്ടുള്ള നടപടിക്രമങ്ങള്. ഓക്കെ, ഇതുമായിട്ട് ബന്ധപ്പെട്ട സ്റ്റാൻഡേർഡ്സ്. GLD. ഇതാണ് ഗവേണൻസ്, ലീഡർഷിപ്പ് ആൻഡ് ഡയറക്ഷൻ ഫോർ ഹോസ്പിറ്റൽസ് ആൻഡ് അക്കാദമിക് മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. അപ്പോ എന്താണ്? ഹോസ്പിറ്റലുകളും അക്കാദമിക് മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷനുകൾക്കും ഉള്ള ഭരണം, നേതൃത്വം, ലക്ഷ്യം അല്ലെ? ഗവേണൻസ്, ലീഡർഷിപ്പ്, ഡയറക്ഷൻ. ഭരണവും നേതൃത്വവും ലക്ഷ്യവും എങ്ങനെയുള്ളതാവണം എന്നതിനെ കുറിച്ചുള്ള സ്റ്റാൻഡേർഡ്സ് ആണ് GLBയിൽ പറയുന്നത്. ഗവേണൻസ്, ലീഡർഷിപ്പ്, ഡയറക്ഷൻ. ഭരണം, നേതൃത്വം, ലക്ഷ്യം. ഹോസ്പിറ്റലുകൾക്കും അതുപോലെ തന്നെ അക്കാദമിക് മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷനുകൾക്കുമുള്ള ഗവേണൻസും ലീഡർഷിപ്പും ഡയറക്ഷനും എങ്ങനെയുള്ളതാവണം എന്നതിനെ കുറിച്ചുള്ള സ്റ്റാൻഡേർഡ്സ്. ഇനി നെക്സ്റ്റ് ആണ്, ഇത് കഴിഞ്ഞോ? ഓക്കെ, നെക്സ്റ്റ് ആണ് FMS, ഫെസിലിറ്റി മാനേജ്മെന്റ് ആൻഡ് സേഫ്റ്റി. അറിയാലോ? ഫെസിലിറ്റി അല്ലെ? സൗകര്യങ്ങള്, അതുപോലെ തന്നെ അവിടെ വരുന്ന സ്റ്റാഫുകളുടെ സേഫ്റ്റി, അതൊക്കെ ഉൾപ്പെടുത്തുന്ന മാനദണ്ഡങ്ങളാണ് ഇതിൽ പറയുന്നത് കേട്ടോ. FMS. എന്താണ് നെക്സ്റ്റ്? SQE. എന്താണ്? എക്സ്പാൻഡഡ് ഫോം, സ്റ്റാഫ് ക്വാളിഫിക്കേഷൻ ആൻഡ് എഡ്യൂക്കേഷൻ. അവിടെ നിൽക്കുന്ന വർക്ക് ചെയ്യുന്ന സ്റ്റാഫിന്റെ ക്വാളിഫിക്കേഷനും എഡ്യൂക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട മാനദണ്ഡങ്ങളാണ്, അതായത് സ്റ്റാൻഡേർഡ്സ് ആണ് SQEയിൽ പറയുന്നത്. നെക്സ്റ്റ് ആണ് MOI, മാനേജ്മെന്റ് ഓഫ് ഇൻഫർമേഷൻ. എന്താണ്? ഇൻഫർമേഷൻ കൃത്യമായിട്ട് മാനേജ് ചെയ്യുന്ന സ്റ്റാൻഡേർഡ്സുകളെ കുറിച്ചാണ് MOIയിൽ പറയുന്നത്. ഇൻഫർമേഷൻ കൃത്യമായിട്ട് മാനേജ് ചെയ്യേണ്ട മാനദണ്ഡങ്ങൾ, അതിനെ കുറിച്ചിട്ടാണ്
മാനേജ്മെന്റ് ഓഫ് ഇൻഫർമേഷനിൽ പറയുന്നത്. ഇത്രയും കാര്യങ്ങളാണ് സെക്ഷൻ 3 പറയുന്നത് കേട്ടോ. ഓക്കെ ആണോ? സെക്ഷൻ 3 എഴുതിയെടുത്തോ? എഴുതി കഴിഞ്ഞോ? ഓക്കെ, ഇനി നെക്സ്റ്റ് ആണ് സെക്ഷൻ 4 includes academic medical center hospital standards. മെഡിക്കൽ കോളേജുമായിട്ട് ബന്ധപ്പെട്ട മാനദണ്ഡങ്ങൾ. ഇതാണ് സെക്ഷൻ 4 പറയുന്നത്. അക്കാദമിക് മെഡിക്കൽ സെന്റർ ഹോസ്പിറ്റൽ സ്റ്റാൻഡേർഡ്സ്. രണ്ട് കാര്യങ്ങളാണ് അതിനകത്ത് പറയുന്നത്. ഫസ്റ്റ് വൺ MPE, മെഡിക്കൽ പ്രൊഫഷൻ എഡ്യൂക്കേഷൻ, എഡ്യൂക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട സ്റ്റാൻഡേർഡ്സ് അല്ലെ. മെഡിക്കൽ കോളേജിൽ നമ്മൾ എന്താണ് സ്റ്റുഡൻസിനൊക്കെ എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സ്റ്റുഡൻസിന് മാത്രമല്ല മറ്റു ആളുകൾക്കും നമ്മൾ എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, ഡോക്ടേഴ്സിനായാലും കേട്ടോ അവർക്ക്. അപ്പൊ അങ്ങനെയുള്ള എഡ്യൂക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട സ്റ്റാൻഡേർഡ്സ് ആണ് MPE പറയുന്നത്. ഇനി എന്താണ് നെക്സ്റ്റ്? HRP, ഹ്യൂമൻ സബ്ജക്ട്സ് റിസർച്ച് പ്രോഗ്രാംസ്. റിസർച്ച് പ്രോഗ്രാമുമായിട്ട് ബന്ധപ്പെട്ട സ്റ്റാൻഡേർഡ്സ് ആണ് HRP, ഹ്യൂമൻ സബ്ജക്ട് റിസർച്ച് പ്രോഗ്രാംസ്. റിസർച്ച് പ്രോഗ്രാമുമായിട്ട് ബന്ധപ്പെട്ട സ്റ്റാൻഡേർഡ്സ്. ഇതൊക്കെയാണ് 4th സെക്ഷനിൽ വരുന്നത് കേട്ടോ. ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിയേ. വായിച്ചു നോക്കിയ 4th സെക്ഷനും വായിച്ചു കഴിഞ്ഞാൽ മിസ് അതിനകത്ത് ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന കാര്യങ്ങൾ പറഞ്ഞു തരാം. ക്വസ്റ്റ്യൻസ് വരുന്ന സ്റ്റാൻഡേർഡ്സ് പറഞ്ഞുതരാം കേട്ടോ. മാർക്ക് ചെയ്ത് വെക്കണം. പറയട്ടെ? അതും കൂടി ഒന്ന് അടയാളപ്പെടുത്തിക്കോളൂ കേട്ടോ. മാർക്ക് ചെയ്ത് വെച്ചോളൂ. APR, ഫസ്റ്റ് സെക്ഷൻ കേട്ടോ. APR. സെക്കൻഡ് സെക്ഷനില് IPSG, COP, അതുപോലെ MMU, അതിന്റെ അടിയിലത്തെ PFE, MMU, PFE. Third section, first UPS, fourth one FMS. Third section, first one UPS, fourth one FMS. അതുപോലെ ഫോർത്ത് സെക്ഷനിൽ രണ്ടെണ്ണം ഉള്ളൂ, അത് നോക്കാം കേട്ടോ. MPEയും HRPയും ഒന്ന് നോക്കാം. രണ്ടെണ്ണം ഉള്ളൂ പഠിക്കാനായിട്ട്. ഒന്ന് വായിച്ചു നോക്കിയേ. ഒന്നുകൂടി പറയാം. ഫസ്റ്റ് സെക്ഷൻ APR, രണ്ടാമത്തെ സെക്ഷനില് IPSG, COP, അതുപോലെ MMU, PFE. IPSGയുടെ ഫുൾ ഫോം ജെറിൻ കമന്റ് മെസ്സേജിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. അത് നോക്കുന്ന എഴുതാം. കമന്റ് ചെയ്തിട്ടുണ്ട്.
APRന്റെ ഫുൾ ഫോം അതിൽ തന്നെ കൊടുത്തിട്ടുണ്ടല്ലോ. അക്രഡിറ്റേഷൻ പാർട്ടിസിപ്പേഷൻ റിക്വയർമെന്റ്സ് ക്ലാസ് തുടങ്ങിയപ്പോ പറഞ്ഞതാണല്ലോ. Accreditation participation requirements. Third section, first point, UPS. Third section, next point, FMS. അതുപോലെ fourth section രണ്ട് കാര്യങ്ങൾ പഠിക്കാം. വായിച്ചു കഴിഞ്ഞോ? Okay, next point നോക്കിയേ. Next sentence. Next പഠിക്കാം നമുക്ക്. JCI 5th edition. അവിടെ രണ്ട് 5th edition എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. അതൊരെണ്ണം വിട്ടിക്കളയാം, ഒരെണ്ണം മതി. JCI 5th edition of the hospital standards contains. നമ്മൾ പഠിച്ചല്ലേ? ഇനി JCI-ല് 5th edition-ല് എത്ര സ്റ്റാൻഡേർഡ്സ് ഉണ്ടെന്നാണ് പറയുന്നത്? 285 സ്റ്റാൻഡേർഡ്സ് ആണുള്ളത്. മൊത്തം എത്ര ചാപ്റ്റേഴ്സ് ഉണ്ട് അറിയാൻ പറ്റോ? JCI 5th edition-ല് മൊത്തം എത്ര ചാപ്റ്റേഴ്സ് ഉണ്ട്? നോക്കിയേ. 1, 2, 3 അല്ലെ? ഇതിലെ ചാപ്റ്റേഴ്സ് എന്ന് പറയുന്നത് പറഞ്ഞിട്ടുണ്ടോ? ഞാൻ പറഞ്ഞത് 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15, 16 ചാപ്റ്റേഴ്സ് ഉണ്ട്. ഇനി ആ 16 ചാപ്റ്റേഴ്സില് മൊത്തം എത്ര സ്റ്റാൻഡേർഡ്സ് ഉണ്ടെന്നാ പറയുന്നത്? 285 സ്റ്റാൻഡേർഡ്സ്. 285 സ്റ്റാൻഡേർഡ്സ് ഉണ്ട്. അപ്പൊ മൊത്തം 16 ചാപ്റ്റേഴ്സില് 285 സ്റ്റാൻഡേർഡ്സ് ആണുള്ളത്. ഇനി അതിനകത്ത് എത്ര മെഷറബിൾ എലമെന്റ്സ് ഉണ്ട് നമ്മൾ പഠിച്ചു അല്ലെ? സ്റ്റാൻഡേർഡ്സിനെ സ്കോർ ചെയ്യാനായിട്ട് 69 ആണോ? അല്ല, 1160 ആണ് കേട്ടോ. ടൈപ്പ് ചെയ്തപ്പോ തെറ്റിപ്പോയതാണോ? 1160 മെഷറബിൾ എലമെന്റ്സ് ആണ്. അപ്പൊ സ്റ്റാൻഡേർഡ്സ് 285 സ്റ്റാൻഡേർഡ്സിൽ സാറില്ല. എന്താണ് 285 സ്റ്റാൻഡേർഡ്സില് അതിനെ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് 1160 മെഷറബിൾ എലമെന്റ്സ് ആണുള്ളത്. അതും കൂടി ഒന്ന് നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ. ചിലപ്പോ ചോദിക്കാം 5th edition-ല് എത്ര മെഷറബിൾ എലമെന്റ്സ് ഉണ്ട്, എത്ര സ്റ്റാൻഡേർഡ്സ് ഉണ്ട് എന്നുള്ളത് കേട്ടോ. അറിഞ്ഞിരിക്കണം, തെറ്റിപ്പോകരുത്. ഓക്കെ. ഇനി revision of standards. The standards will be re-examined and published at least every 3 years. എന്താ പറയുന്നത്? എന്താണ് ഉദ്ദേശിക്കുന്നത്? Revision of standards പറയുന്നത് standards will be re-examined and published at least every 3 years. എന്താണ്? ഓരോ 3 വർഷം കൂടുമ്പോഴും ഓക്കെ, ഓരോ 3 വർഷം കൂടുമ്പോഴും സ്റ്റാൻഡേർഡ്സ്, JCIയുടെ സ്റ്റാൻഡേർഡ്സ് എന്ത് ചെയ്യുന്നുണ്ട്? പുനർപരിശോധിക്കുകയും അതിൽ മാറ്റങ്ങൾ വരുത്തുകയും ചെയ്യുന്നുണ്ടല്ലേ. ഓക്കെ, അതാണ് അവിടെ പറയുന്നത്. ഓരോ 3 വർഷം ഇമ്പോർട്ടന്റ് ആണ്. എവ്രി 3 years മാർക്ക് ചെയ്ത് വെച്ച്. എവ്രി 3 yearsന്റെ അടിയിലൊന്ന് മാർക്ക് ചെയ്ത് വെക്കണം കേട്ടോ. ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. ഓരോ 3 വർഷം കഴിയുമ്പോഴും അല്ലെങ്കിൽ കൂടുമ്പോഴും സ്റ്റാൻഡേർഡ്സ് പുനർപരിശോധിക്കുകയും അതിൽ മാറ്റങ്ങൾ വരുത്തുകയും ചെയ്യാറുണ്ട്. ഇനി നെക്സ്റ്റ് എന്താണ്? JCI സർവേ മെത്തഡോളജി. നമുക്കറിയാം എന്താണ് ഈ അംഗീകാരം കൊടുക്കുക എന്നത് അല്ലെ? എന്താണ്? ഓരോ സ്റ്റാൻഡേർഡ്സും ഓരോ കാര്യങ്ങളും കറക്റ്റ് ആയിട്ട് നമ്മൾ ചെക്ക് ചെയ്തിട്ട് വേണം കൊടുക്കാൻ അല്ലെ, അംഗീകാരം കൊടുക്കാനായിട്ട്. അതിന് ഉപയോഗിക്കുന്ന മെത്തേഡാണ് JCI സർവേ മെത്തഡോളജി എന്ന് പറയുന്നത്. Okay, thorough survey process becomes operational. Typically, survey team includes a physician, nurse, and administrator. നമ്മള് ഇപ്പൊ നമ്മുടെയൊക്കെ ഇപ്പൊ എന്താണ് ഹോസ്പിറ്റലിൽ നിന്നൊക്കെ എന്തെങ്കിലും സർവേ ചെയ്യാനായിട്ടൊക്കെ ആൾക്കാർ വരില്ലേ? വരാറുണ്ടോ? ഒരു ടീമായിട്ടാണല്ലേ വരാറ്.
രണ്ടുപേര് അല്ലെ, രണ്ടുപേരൊക്കെ കൂടിയിട്ടില്ലേ വരാറ്? ആശാവർക്കർമാരൊക്കെ വരാറില്ലേ സർവേ എടുക്കാനായിട്ട് മഴക്കാലാകുമ്പോ അല്ലെ? അങ്ങനെയുള്ള കാര്യങ്ങൾ, കൊതുകുണ്ടോ, കൊതുക് പരിശോധന നടത്താറുണ്ട്, കിണറ് പോയി അവർ പരിശോധിക്കാറുണ്ട് അല്ലെ, പരിസരങ്ങളൊക്കെ പരിശോധിക്കാറില്ലേ? അതുപോലെ എന്താണ് ഈ സർവേ അംഗീകാരം കൊടുക്കാനായിട്ട് ഒരു മെത്തേഡ് ഉണ്ട്. ഇതാണ് സർവേ മെത്തഡോളജി എന്ന് പറയുന്നത്. അതില് നമ്മൾ സർവേ എടുക്കാൻ വേണ്ടിയിട്ട് സർവേ ടീംസ് ഉണ്ട്. ആ ടീംസിൽ ആരൊക്കെയാണ് ഉൾപ്പെടുന്നത്? ഫിസിഷ്യൻ വരും, നഴ്സ് ഉണ്ട്, അഡ്മിനിസ്ട്രേറ്റർ ഉണ്ട്. നോട്ട് ചെയ്ത് വെക്കാട്ടോ, ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. ആരൊക്കെയാണ് സർവേ ടീംസിൽ വരുന്നത്? ഫിസിഷ്യൻ, നഴ്സ്, അഡ്മിനിസ്ട്രേറ്റർ ഉണ്ട്. ഓക്കെ. Surveyors assess various units within organization and discuss their findings. ഇനി ഒരു സർവേ എടുത്തിട്ട് അവരിൽ നിന്നും കിട്ടിയ ഫൈൻഡിങ്സ് അവർ ഡിസ്കസ് ചെയ്യും അല്ലെ? ഓരോരുത്തർക്കും കിട്ടിയ ഫൈൻഡിങ്സ് എന്താണ്, അവര് അതിൽ നിന്ന് കണ്ടെത്തിയത് എന്താണ്, അത് എന്ത് ചെയ്യുന്നുണ്ട്? അവര് അവിടെ സർവേ ടീംസ് ഡിസ്കസ് ചെയ്യും. ആർക്കാണ് എന്തൊക്കെയാണ് കിട്ടിയിരിക്കുന്നത്, എന്തൊക്കെ കണ്ടെത്തലുകളാണ് കിട്ടിയിരിക്കുന്നത്, അത് എല്ലാവരും ഡിസ്കസ് ചെയ്യുന്നു. സർവേ conducts a complete system analysis on integration and coordination of care process. എന്താണ് ഇന്റഗ്രേഷൻ എന്ന് പറഞ്ഞാൽ? എന്താണ് ഇന്റഗ്രേഷൻ? ഇന്റഗ്രേഷൻ എന്താ? ഏകീകരണം. ഇന്റഗ്രേഷൻ എന്ന് പറഞ്ഞാല് ഏകീകരണം, കൂട്ടിച്ചേർക്കുക. ഓക്കെ. കോർഡിനേഷൻ അറിയാലോ അല്ലെ? കൂട്ടായ പ്രവർത്തനം. അപ്പൊ നല്ല രീതിയിൽ അവിടെ പരിചരണ പ്രക്രിയ അല്ലെങ്കിൽ ക്വാളിറ്റി ഓഫ് കെയർ കൊടുക്കുന്നത് നല്ല രീതിയിലാണോ ചെയ്യുന്നത്? അതുപോലെ നല്ല രീതിയിൽ അവര് ഇന്റഗ്രേറ്റ് ചെയ്ത് കോർഡിനേറ്റ് ചെയ്ത് എല്ലാ പ്രവർത്തനങ്ങളും മുമ്പോട്ട് കൊണ്ടുപോകുന്നുണ്ടോ ഹോസ്പിറ്റലില് അല്ലെ? ഹോസ്പിറ്റലിൽ നല്ല രീതിയിൽ രോഗികൾക്ക് പരിചരണം കൊടുക്കുന്നുണ്ടോ? എല്ലാ കാര്യത്തിലും എല്ലാ സ്റ്റാഫുകളും ഇന്റഗ്രേറ്റ് ചെയ്ത് കോർഡിനേറ്റ് ചെയ്തുകൊണ്ടാണോ എല്ലാ പ്രവർത്തനങ്ങളും അവിടെ നടത്തുന്നത് എന്ന് മനസ്സിലാക്കാനായിട്ട് എന്തിലൂടെ സാധിക്കുന്നുണ്ട്? എന്തിലൂടെ സാധിക്കാം? ഈ മെത്തഡോളജി അല്ലെ, സർവേ എടുക്കുന്നതിലൂടെ നമുക്ക് സാധിക്കുന്നില്ലേ അല്ലെ? അവർക്ക് മനസ്സിലാക്കാൻ കഴിയും അല്ലെ? ഹോസ്പിറ്റലിൽ അവർക്ക് സർവേ എടുക്കുന്നതിലൂടെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. എന്തൊക്കെ കാര്യങ്ങളാണ് രോഗികൾക്ക് ചെയ്തു കൊടുക്കുന്നത്, നല്ല രീതിയിലുള്ള കെയറുകളാണോ കൊടുക്കുന്നത്, അതുപോലെ എല്ലാവരും കൂടി കൂട്ടായ പ്രവർത്തിച്ചാണോ അവിടെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് എന്ന് ഈ സർവേയിലൂടെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇതാണ് JCI സർവേ മെത്തഡോളജി എന്ന് പറയുന്നത്. ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. JCI സർവേ മെത്തഡോളജിയില് സർവേ ടീം ഉണ്ടല്ലേ? സർവേ ടീമിലെ ആരൊക്കെയാണ് ഉൾപ്പെടുന്നത്? ഫിസിഷ്യൻ ഉണ്ട്, നഴ്സ് ഉണ്ട്, അഡ്മിനിസ്ട്രേറ്റർ ഉണ്ട്. ഓക്കെ. അതുപോലെ തന്നെ അവര് ഓരോ ഫൈൻഡിങ്സ് കണ്ടെത്തി ചർച്ച നടത്തും. ഈ ചർച്ചയിലൂടെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും കറക്റ്റ് എല്ലാം കൃത്യമായിട്ട് ഹോസ്പിറ്റൽ ചെയ്യുന്നുണ്ടോ, എന്നിട്ട് മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? അംഗീകാരം കൊടുക്കാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ. അക്രഡിറ്റേഷൻ സർവീസ്. ഇനി ഈ സർവീസ് എങ്ങനെയെല്ലാം നമുക്ക് നടത്താം? ഇങ്ങനെയാണ്: ഇന്റർവ്യൂ വിത്ത് സ്റ്റാഫ്സ് ആൻഡ് പേഷ്യൻസ് ആൻഡ് അതർ വെർബൽ ഇൻഫർമേഷൻ. ഇങ്ങനെയാണ് അവിടെ പേഷ്യന്റ് അല്ലെ, അവിടെ വരുന്ന പേഷ്യന്റിനെയും അതുപോലെ അവിടെ വർക്ക് ചെയ്യുന്ന സ്റ്റാഫിനോട് നമുക്ക് കാര്യങ്ങളൊക്കെ ചോദിച്ച് ഇന്റർവ്യൂ നടത്തി സർവേ നടത്താം. അതുപോലെ തന്നെ അതർ വെർബൽ ഇൻഫർമേഷൻസ് മറ്റു പല രീതികളിൽ വാക്കാലെയുള്ള മറ്റു രീതികളിലൂടെ നമുക്ക് എന്ത് നടത്താം? സർവേ ചെയ്യാം. പിന്നെന്താണ്? ഓൺ സൈറ്റ് ഒബ്സർവേഷൻ ഓഫ് പേഷ്യന്റ് കെയർ പ്രോസസ് ബൈ സർവേസ്. എന്താണ് പറയുന്നത്? ഓൺ സൈറ്റ് ഒബ്സർവേഷൻ, നമുക്ക് നേരിട്ട് നിരീക്ഷിച്ച് അല്ലെ? ഒബ്സർവേഷൻ എന്ന് പറഞ്ഞാല് നേരിട്ട് നമുക്ക് നിരീക്ഷിച്ചുകൊണ്ട് നമുക്ക് സർവേ നടത്താൻ പറ്റും. പിന്നെന്തൊക്കെയാണ്? എങ്ങനെയാണ്? policies, procedures, clinical practice, guidelines and other documents provided by the organization. ഇനി അവിടെയുള്ള പോളിസീസ് ഉണ്ടാവും, പ്രൊസീജിയേഴ്സ് ഉണ്ടാവും, അതുപോലെ ക്ലിനിക്കൽ പ്രാക്ടീസ് ഗൈഡ് ലൈൻസ്, പല ഡോക്യുമെന്റ്സും ഇതൊക്കെ പരിശോധിച്ചുകൊണ്ട് നമുക്ക് എന്ത് നടത്താം? സർവേ ചെയ്തൂടെ? ഇത്തരം കാര്യങ്ങളാണ് സർവേ നടത്താനായിട്ട് നമ്മൾ പറയുന്നത് കേട്ടോ. ഏതൊക്കെ കാര്യങ്ങളിലൂടെ സർവേ ചെയ്യാം? അവിടെ വരുന്ന രോഗികള്, സ്റ്റാഫുകളുമായിട്ട് ബന്ധപ്പെട്ട
ആയിട്ട് അവർക്ക് ഓരോ കാര്യങ്ങളും അവരോട് ചോദിച്ച് മനസ്സിലാക്കി സർവേ നടത്താം. പിന്നെ എന്താണ്, നമുക്ക് നേരിട്ട് കണ്ട് നിരീക്ഷിച്ചുകൊണ്ട് സർവേ ചെയ്യാം. അതുപോലെ തന്നെ അവിടെയുള്ള പല ഡോക്യുമെന്റ്സും പരിശോധിച്ചുകൊണ്ട് സർവേ നടത്താം. ക്ലിയർ ആയോ? വായിച്ചു നോക്കിയേ. അക്രഡിറ്റേഷൻ സർവേസ്, അതുപോലെ സർവേ മെത്തഡോളജി. ക്ലിയർ ആയോ? ഓക്കെ. ഇനി എന്താണ് സ്കോറിംഗ് സർവേ റിസൾട്ട്. അക്രഡിറ്റേഷൻ ലഭിക്കണമെങ്കിൽ നമുക്ക് എന്താണ്, ഞാൻ പറഞ്ഞു അല്ലെ, സ്റ്റാൻഡേർഡ്സിന് നമ്മൾ സ്കോർ കൊടുക്കണം ഇല്ലേ? പറഞ്ഞില്ലേ? ഓർമ്മയുണ്ടാ പറഞ്ഞത്? അപ്പൊ നമ്മള് സ്റ്റാൻഡേർഡ്സിന് സ്കോർ കൊടുക്കണം. നോക്കാം. Each standards must contain a scoring of at least 5. എന്താണ് അക്രഡിറ്റേഷൻ കിട്ടണമെങ്കിൽ, ഹോസ്പിറ്റലിന് അക്രഡിറ്റേഷൻ ലഭിക്കണമെങ്കിൽ സ്റ്റാൻഡേർഡ്സിന് കുറഞ്ഞത് അറ്റ്ലീസ്റ്റ് 5 സ്കോറെങ്കിലും ഉണ്ടായിരിക്കണം. സ്റ്റാൻഡേർഡ്സിന് 5 സ്കോർ ആയിരിക്കണം. അറ്റ്ലീസ്റ്റ് കുറഞ്ഞത് അറ്റ്ലീസ്റ്റ് 5 സ്കോർ ഉണ്ടായിരിക്കണം. ഇനി എന്താണ്, ഈച്ച് ചാപ്റ്റേഴ്സ് മസ്റ്റ് ഹാവ് എ സ്കോർ ഓഫ് അറ്റ്ലീസ്റ്റ് 8. ചാപ്റ്റേഴ്സിന് കുറഞ്ഞത് എത്ര സ്കോർ ഉണ്ടായിരിക്കണം? 8 സ്കോർ. ഇനി ഓൾ സ്റ്റാൻഡേർഡ്സ് മസ്റ്റ് ടുഗദർ ആവറേജ് ഫോർ അറ്റ്ലീസ്റ്റ് 9. ഇനി എല്ലാ സ്റ്റാൻഡേർഡുകളും വെച്ച് നോക്കുമ്പോ, സ്റ്റാൻഡേർഡ്സിനെ വെച്ച് നോക്കുമ്പോ ആവറേജ് എടുക്കുമ്പോ കുറഞ്ഞത് എത്ര സ്കോർ ഉണ്ടായിരിക്കേണ്ടത്? സ്കോർ ഉണ്ടായിരിക്കണം 9. Okay. All measurable elements are averaged to obtain the score of the standards. എന്താണ് measurable elementsന്റെ ആവറേജ് എടുക്കുമ്പോ എന്താണ് നമുക്ക് കിട്ടുന്നത്? സ്റ്റാൻഡേർഡ്സിന്റെ സ്കോർ കിട്ടും. എന്താണ് കണക്ട് ചെയ്ത് വെക്കാട്ടോ. പറഞ്ഞു മൊഡ്യൂള് അല്ലെ, ഓരോ സെക്ഷൻ ഉണ്ട്, അതിൽ ഓരോ ചാപ്റ്റേഴ്സ് ഉണ്ട്. ചാപ്റ്റേഴ്സിന്റെ അടിയിൽ എന്താ ഉള്ളത്? ഓരോ സ്റ്റാൻഡേർഡ്സ് ഉണ്ട് അല്ലെ. ഓരോ സ്റ്റാൻഡേർഡ്സിനും സ്കോർ ചെക്ക് ചെയ്യുന്നത്, സ്കോർ കൊടുക്കുന്നത് എങ്ങനെയാണ്? മെഷറബിൾ എലമെന്റ്സ് വെച്ചിട്ടാണ്. അത് കണക്ട് ചെയ്ത് നോക്കിയാൽ നമുക്ക് കിട്ടും. അപ്പോ ഏറ്റവും അടിയിലത്തെ വരുന്നത് ഏതാണ്? മെഷറബിൾ എലമെന്റ്സ് ആണ്. ആ മെഷറബിൾ എലമെന്റ്സിന്റെ ആവറേജ് എടുക്കുമ്പോൾ നമുക്ക് എന്തിന്റെ സ്കോറാ കിട്ടുന്നത്? എന്തിന്റെ സ്കോർ കിട്ടും? കണക്ട് ചെയ്ത് നോക്കിയേ. ചാപ്റ്റേഴ്സ്, സ്റ്റാൻഡേർഡ്സിന്റെ സ്കോർ കിട്ടും അല്ലെ. ഓരോ മൊഡ്യൂൾ ഉണ്ട്, ചാപ്റ്റേഴ്സ് ഉണ്ട്, സ്റ്റാൻഡേർഡ്സ് ഉണ്ട്, മെഷറബിൾ എലമെന്റ്സ് ഉണ്ട്. ഏറ്റവും അടിയിലാണ് മെഷറബിൾ എലമെന്റ്സ് അല്ലെ. മെഷറബിൾ എലമെന്റ്സിന്റെ ആവറേജ് എടുക്കുമ്പോൾ നമുക്ക് തൊട്ട് മുമ്പത്തെ സ്കോർ ആണ് കിട്ടുന്നത്. തൊട്ട് മുൻപിലുള്ള ആളേതാ? സ്റ്റാൻഡേർഡ്സ് ആണ്. ഓക്കെ, ക്ലിയർ ആയില്ലേ? ഓക്കെ. ഇനി എന്താണ് സ്കോറിംഗ് സർവേ റിസൾട്ട്സ്. ഈച്ച് മെഷറബിൾ എലമെന്റ് എക്സ്പാൻഡ് ഇൻ ഇ. മെഷറബിൾ എലമെന്റ്സ് ആണ് കേട്ടോ. മാർക്ക് ചെയ്ത് വെക്കാം. ഈച്ച് മെഷറബിൾ എലമെന്റ്സ് ഈസ് സ്കോർഡ്. ഇനി മെഷറബിൾ എലമെന്റ്സിനെ സ്കോർ ചെയ്യുന്നത് കറക്റ്റ് ആയിട്ട് എല്ലാ മെഷറബിൾ എലമെന്റ്സും കൃത്യമായിട്ട് പാലിച്ചിട്ടുണ്ടെങ്കിൽ മെറ്റ് 10 സ്കോർ അല്ലെ. 10 ആയിരിക്കും സ്കോർ. ഇനി പാർഷ്യലി മെറ്റ് ആണെങ്കിലോ 5 ആയിരിക്കും. ഒട്ടും പാലിച്ചിട്ടില്ല, നോട്ട് മെറ്റ് ആണെങ്കിൽ 0 ആണ്. ഇനി എന്താണ്? All standards are averaged to obtain the score of the chapter. എന്താണ്? എല്ലാ സ്റ്റാൻഡേർഡ്സിന്റെയും ആവറേജ് എടുത്താൽ നമുക്ക് ചാപ്റ്ററിന്റെ സ്കോർ കിട്ടും. എല്ലാ സ്റ്റാൻഡേർഡ്സിന്റെയും അടിയിൽ നിന്ന് നോക്കണം കേട്ടോ. എല്ലാ സ്റ്റാൻഡേർഡ്സിന്റെയും ആവറേജ് എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ചാപ്റ്ററിന്റെ സ്കോർ കിട്ടും. ഇനി all chapters are averaged to obtain the overall scores. എന്താണ്?
എല്ലാ ചാപ്റ്റേഴ്സിന്റെയും ആവറേജ് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഓവറോൾ ആയിട്ടുള്ള സ്കോർ ലഭിക്കുന്നു. ഓക്കെ ആണോ? സ്കോറിന്റെ അത്ര നോക്കേണ്ട ആവശ്യമില്ല, ഒന്ന് അറിഞ്ഞിരുന്നാൽ മതി കേട്ടോ. ഇമ്പോർട്ടന്റ് അല്ല അത്ര. ഓക്കെ, മെഷറബിൾ എലമെന്റ്സിന്റെ എക്സ്പാൻഡ് ഫോം ട്ടോ, ഷോർട്ട് ഫോം ചോദിക്കാം. ME എക്സ്പാൻഡ് എന്നൊക്കെ ചോദിക്കാം കേട്ടോ. ഒന്ന് മാർക്ക് ചെയ്ത് വെച്ച് പഠിക്കാം. 3 മിനിറ്റ്സ് എടുക്കുന്നുള്ളൂ കേട്ടോ. ഇംഗ്ലീഷ് മിസ് വരും കേട്ടോ. ഓക്കെ, ഒന്ന് വൈകി കയറിയതുകൊണ്ടാണേ. ക്ലിയർ ആയോ ഇത്രയും വരെ? ഓക്കെ ആണോ? ഡൗട്ട് ഉണ്ടോ ഇത്രയും പറഞ്ഞതില്? ക്ലിയർ ആണ്. Thank you.